Welcome to my YouTube channel. I'm so excited to share new content with you all. മഹാവിഷ്ണുവിൻ്റെ ദശാവതാരങ്ങളിൽ ആദ്യത്തേതാണ് മത്സ്യാവതാരം. വേദങ്ങൾ വീണ്ടെടുക്കാൻ വേണ്ടിയാണ് ഭഗവാൻ ഈ അവതാരമെടുത്തത്. പണ്ട് സത്യവ്രതൻ എന്ന രാജാവ് നദിയിൽ തർപ്പണം ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൈക്കുമ്പിളിൽ ഒരു ചെറിയ മത്സ്യം കുടുങ്ങി. ശത്രുക്കളിൽ നിന്നും തന്നെ രക്ഷിക്കണമെന്ന് ആ മത്സ്യം രാജാവിനോട് അപേക്ഷിച്ചു. കരുണ തോന്നിയ രാജാവ് ആ മത്സ്യക്കുഞ്ഞിനെ ഒരു പാത്രത്തിലിട്ടു. പെട്ടെന്ന് വളർന്ന അതിനെ സത്യവ്രതൻ കുളത്തിലും നദിയിലും സമുദ്രത്തിലും കൊണ്ടിട്ടു. പക്ഷേ അത്ഭുതകരമാം വണ്ണം അത് വളരുകയായിരുന്നു. ആ മത്സ്യം സാക്ഷാൽ മഹാവിഷ്ണുവായിരുന്നു. വരാനിരിക്കുന്ന പ്രളയത്തെക്കുറിച്ച് ആ മത്സ്യം രാജാവിന് മുന്നറിയിപ്പ് നൽകി. ഭഗവാൻ പറഞ്ഞ പ്രളയ ദിവസം ആഗതമായപ്പോൾ ഭൂമി മുഴുവൻ വർഷജലത്തിൽ മുങ്ങിപ്പോയി. അപ്പോൾ സത്യവ്രതൻ സപ്തർഷിമാരോടുകൂടി ജലത്തിൽ വളരെയേറെ കഷ്ടപ്പാടുകൾ സഹിച്ച് ഭഗവാനെ തന്നെ ശരണം പ്രാപിച്ചു. ഏഴാം ദിവസം വന്നെത്തിയ പ്രളയത്തിൽ ഭഗവാന്റെ നിർദ്ദേശമനുസരിച്ച് ഭൂമിദേവി ഒരു നൗകയായി വന്നെത്തുകയും സപ്തർഷികളെ ഉൾപ്പെടെ രക്ഷിക്കുകയും ചെയ്തു. ആ തോണി ഈ വിശ്വത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലൂടെ സഞ്ചരിക്കുകയും രാജാവും സപ്തർഷിമാരുമെല്ലാം ഭഗവാനെ സ്തുതിക്കുകയും ചെയ്തു. പ്രളയ അവസാന കാലത്ത് ഭഗവാൻ സപ്തർഷിമാരെ പഴയപടി എത്തിക്കുകയും സത്യവ്രതനെ വൈവസ്വത മനുവാക്കി അഭിഷേകം ചെയ്യുകയും ചെയ്തു. ആറാമത്തെ മന്വന്തരത്തിൻ്റെ അവസാനത്ത് ഉണ്ടായ മഹാപ്രളയത്തിൽ ഉറങ്ങിക്കിടന്ന ബ്രഹ്മാവിൻ്റെ നിശ്വാസവായുവിൽ കൂടി പുറത്തു വന്ന ഹയഗ്രീവൻ എന്ന ഒരു അസുരൻ ബ്രഹ്മാവിൽ നിന്നും വേദങ്ങളെ മോഷ്ടിക്കുകയും സമുദ്രത്തിൽ ഒളിക്കുകയും ചെയ്തു. ഈ ഹയഗ്രീവനെ വധിച്ച് വേദങ്ങൾ വീണ്ടെടുക്കാനായിട്ടാണ് ഭഗവാൻ മത്സ്യാവതാരം എടുക്കുന്നത്. സത്യവ്രത രാജാവിനെയും സപ്തർഷികളെയും പ്രളയത്തിൽ നിന്നും രക്ഷിച്ച് സുരക്ഷിതമാക്കിയ ഭഗവാൻ 1,00,000 യോജന നീളമുള്ളതും വളരെയേറെ കാന്തിയുള്ളതുമായ മത്സ്യശരീരത്തിലെ ഉയർന്ന കൊമ്പുകൊണ്ട് ഹയഗ്രീവൻ എന്ന അസുരൻ്റെ മാറിടം പിളർന്ന് അവനെ നിഗ്രഹിച്ചു. ഭഗവാൻ വേദങ്ങൾ 4 വീണ്ടെടുത്ത് ബ്രഹ്മാവിന് തന്നെ ദാനം ചെയ്യുകയും ചെയ്തു. മത്സ്യാവതാര രൂപമെടുത്ത് വേദങ്ങളെ വീണ്ടെടുത്ത് നമ്മുടെ പൊന്നു ഗുരുവായൂരപ്പൻ്റെ തൃപ്പാദങ്ങളിൽ ഈ വാക്കുകളെ സമർപ്പിക്കുന്നു. വരുത്തിയ പിഴവുകൾ ഗുരുവായൂരപ്പൻ പൊറുക്കട്ടെ. രാധാറാണി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു.